സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് സ്വാഗതം. ജിഷ്ണു, എന്തോ വെൽക്കം വെൽക്കം. അപ്പോൾ പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് LSG മാച്ചിന്റെ നമ്മുടെ ഒരു അഭിപ്രായമാണ്. എനിക്ക് കുറെ പറയാനുണ്ട്, കാരണം ചെന്നൈനെ കുറെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ചോദിക്കണം, നിനക്ക് എങ്ങനെ തോന്നി ഇന്നലത്തെ മാച്ച് ആസ് എ മുംബൈ ഇന്ത്യൻ ഫാൻ? കാരണം മുംബൈ ആ ചെന്നൈക്ക് വേണ്ടി പരമാവധി കളിക്കുന്നുണ്ട്. മുംബൈക്ക് വേണ്ടി പോലും മുംബൈ ഇത്രയും കളിച്ചിട്ടില്ല. ചെന്നൈക്ക് അതെ വേണ്ടി, ചെന്നൈനെ ഒന്ന് പ്ലേ ഓഫിൽ കയറ്റാൻ വേണ്ടി പരമാവധി മുംബൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചെന്നൈ ഇങ്ങനെ കാണിക്കുന്നതിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? ചെന്നൈ സത്യം പറഞ്ഞാൽ ഇത്ര കേറി വന്നത് തന്നെ ഒരു യോഗമാണെന്നാണ് എന്റെ ഒരു നിഗമനം. കാര്യം ലക്ക് അല്ലെ? അതിനൊരു അതിനൊരു ടീം ഇല്ല. ടീം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ടീമുണ്ട്. പക്ഷെ ചെന്നൈയുടെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫുള്ള് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ആണ്. അത് മാത്രല്ല, ഞാനത് ഇഞ്ചുറി ഒരു ആ പ്രോബ്ലം. ഇഞ്ചുറി ആ ഇഞ്ചുറീസ് പ്രോബ്ലം ആണ്. പിന്നെ തുടക്കം തൊട്ട് തന്നെ ഞാൻ IPL തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ, ചെന്നൈയുടെ ബാറ്റേഴ്സ് ഫുള്ള് റൈറ്റ് ഹാൻഡഡ് ബാറ്റേഴ്സ്. ആകെപ്പാടെ ശിവൻ ദുബെയും പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ മറ്റേ പ്രശാന്ത് വീർ, ഇവർ രണ്ടുപേരുമാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളത്. അതില് ഈ സഞ്ജു ഗേക്വാഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. അതിൽ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ സർഫറസ് ഖാനെ ആണെങ്കിൽ ഇവര് ഇറക്കുന്നില്ല. അത് എന്തു കാരണം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഇവര് ഇറക്കുന്നില്ല. അദ്ദേഹത്തെ ഇറക്കിയ കളികളെല്ലാം അത്യാവശ്യം നല്ലൊരു സ്കോറില് തീർച്ചയായിട്ടും ഒരു കളി ജയിപ്പിക്കുകയും ചെയ്തു. ആദ്യത്തെ അദ്ദേഹം വിജയം. ആ, അതെ അദ്ദേഹം അടിച്ചിട്ടുകൊണ്ട് അതെ അതെ അത്യാവശ്യം നല്ല ഫീൽഡിങ്ങുമാണ്. അതെ. ഫീൽഡിങ്ങുമാണ്. ഇപ്പൊ ശിവൻ ദുബെയുടെ ഫീൽഡിങ് മോശമായതുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്ത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു കളി ചെന്നൈ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല, ആദ്യത്തെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാര് ശരിക്കും പറഞ്ഞ ഫോമിലല്ല. ഇപ്പൊ സഞ്ജു അതെ ഫോമിലാണെന്ന് പറയുമ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് സഞ്ജു എത്തിയിട്ടില്ല. ഋതുരാജ് ഗേക്കോ അത് പിന്നെ പറയണ്ട, കാരണം പവർ പറയണ്ട. പ്ലേ ശരിക്കും മിസ്യൂസ് ചെയ്യണവര്. അതെ പവർ അതെ പ്ലേ, നല്ലൊരു അത് പവർ പ്ലേ കിട്ടുന്നില്ല. ചെന്നൈയുടെ IPL-ന്റെ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുംബൈ ഇന്ത്യൻ ഫാൻ ആണെങ്കിൽ പോലും ചെന്നൈയുടെ തുടക്കം തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, സഞ്ജുവിന്റെ കൂടെ സത്യം പറഞ്ഞാൽ ഓപ്പണിംഗ് ഇറങ്ങേണ്ടത് ആയുഷ് ആയുഷ് മാത്രേ, മത്രേ. ആയുഷ് മാത്രേ. ആയുഷ് യാ മത്രേ യാ യാ യാ. ആയുഷ് മത്രയും സഞ്ജുവും കൂടെ ഓപ്പണിംഗ് ഇറങ്ങണം. 1 ഡൗൺ ആയിട്ട് ഋതുരാജിനെ ഇറക്കണമെന്ന് ഞാൻ തുടക്കം തൊട്ട് പറയുന്ന കാര്യമാണ്. കാര്യം ഋതുരാജിന്റെ ഓപ്പണിംഗ് തന്നെ അറിയാം, അത്യാവശ്യം വലിയ സ്കോർ എത്തുന്നില്ല. അപ്പൊ മുംബൈയെ സംബന്ധിച്ചോളം, മുംബൈയുടെ ഒരു 5-6 കളി സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ ഇല്ലായിരുന്നു. രോഹിത് ശർമ്മ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഈ പകരം വന്ന ആൾക്കാർ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഡീകോക്ക് റിക്കൾട്ടൻ വന്നപ്പോഴാണ് ആക്കുന്നത്. പക്ഷേ ബാക്കി രണ്ട് ഫോറിൻ പ്ലേയേഴ്സിന് ഓൾറൗണ്ടർ അല്ലെങ്കിൽ ബോളറിനെ ഇറക്കുന്നുണ്ട്, റിക്കൾട്ടനെയും ഡീകോക്കിനെ ഒന്നിച്ചിറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അപ്പം പകരം വേറെ പിള്ളേരെ കൊണ്ടുവന്നപ്പോ ആ ഒരു തുടക്കത്തിൽ ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. അതാണ് തീർച്ചയായിട്ടും. മുംബൈയിലെ പല ഇപ്പൊ കളികളിലും നീ പറഞ്ഞൊരു പോയിന്റ് വെച്ചിട്ട് തന്നെ പറയട്ടെ. കാരണം ആ, മുംബൈക്കും ചെന്നൈക്കും ഒരു സാമ്യം ഈ ഒരു സീസണിൽ തോന്നിയത് മാനേജ്മെന്റിന്റെ ഡിസിഷൻസ് ആണ്. ആ. പ്രത്യേകിച്ച് കോച്ച് മുംബൈയുടെ ജയവർദ്ധന, ഇല്ല അതുപോലെ മുംബൈയുടെ അല്ല, മുംബൈയുടെ കോച്ച്, അതുപോലെ ചെന്നൈയുടെ കോച്ച്. എനിക്ക് തോന്നിയാണ് ഫ്ലെമിങ്ങും ജയവർദ്ധനും ഡിസിഷൻസ് മൊത്തം പാളലായിരുന്നു. അവസാനം ഇപ്പൊ തോറ്റ് 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 ഇപ്പോഴാണ് ഒരു ട്രാക്കിലേക്ക് വരുന്നത്. പല ഈഗോയും പോയി ഇപ്പൊ മുംബൈ കളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇല്ല ഇല്ല കളികൾ അത് കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പ്ലേ ഓഫ് ഇല്ല സാധ്യത ഉണ്ടായേനെ. അതിലെനിക്കൊരു എതിരഭിപ്രായം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കോച്ചുമാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചെന്നൈയുടെ 2008 തൊട്ടുള്ള ഇത്രയും വർഷത്തെ കോച്ച് ഫ്ലെമിംഗിനായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ചെന്നൈ 5 തവണ കപ്പടിച്ചത്. ജയവർദ്ധന ആണെങ്കിൽ പോലും ജയവർദ്ധനയുടെ കീഴിലാണ് മുംബൈ ഒരു 3 തവണയെങ്കിലും കപ്പടിച്ചത്. അല്ല, 3 തവണ കപ്പടിച്ചതിന്റെ അല്ലടാ, നമ്മള് അല്ല അപ്ഡേറ്റ് ഓക്കെ. ആയിക്കൊണ്ടിരിക്കണ്ടേ. ഇപ്പൊ അതെ ടീമുകളുടെ അതെ ടീമുകളുടെ പവർ കൂടി. കാരണം പഞ്ചാബ്, RCB, RR, അതുപോലെ SRH പണ്ട് മുതലേ കട്ട ടീമാണ്. എപ്പോഴും ഭയങ്കരമായിട്ട് ത്രട്ടൺ ചെയ്യുന്ന ഒരു ടീമാണ്. പക്ഷെ ബാക്കിയുള്ള ടീമുകൾക്ക് അനുസരിച്ച് നമ്മുടെ ടീം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണ്ടേ, അപ്ഡേറ്റ് ആവില്ല. അതിന് അല്ല അല്ല ഡിസിഷൻസ് അല്ല എടുക്കണ്ടേ. അല്ല ഞാൻ ഋതുരാജ് ഗേക്കോ അത് ഉദ്ദേശിച്ചത് ഫോമിലല്ല, അതെ 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 എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, അതെ കഴിഞ്ഞ അതെ കളി അഖിൽ ഹുസൈനെ കളിപ്പിച്ചില്ല. അതിന്റെ റീസൺ ഇല്ല. എന്താണ്? എന്ത് റീസൺ എന്ത് എന്നറിയത്തില്ല. റീസൺ ആണ്? ഇപ്പൊ നീ നേരത്തെ അത് ചോദിച്ചില്ലേ, സർഫറാസ് ഖാനെ കളിപ്പിക്കാത്ത എന്താണെന്ന്. അതെ അതെ
സർഫറാസ് ഖാന്റെ എക്സ്പീരിയൻസ് ശരിക്കും ടീമിനെ ഗുണം ചെയ്യും. ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ളതാണ് സർഫറാസ് ഖാൻ. അത് മാത്രല്ല നമ്മുടെ RCB കളിച്ച് നല്ല റെക്കോർഡുള്ളതാണ് സർഫറാസ് അതെ ഖാൻ. അതെ എന്നിട്ട് സർഫറാസ് ഖാൻ ഇവര് പുറത്തിരുത്തണ്, അതിനു വേണ്ടി ഫോം ഔട്ട് പോലും ആയിട്ടില്ല സർഫറാസ് ഖാൻ. നീ ആലോചിച്ച് നോക്കണം. പിന്നെ കാർത്തിക് ശർമ്മനെ കയറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം എന്തുകൊണ്ട് കയറ്റി എന്നുള്ളതിന് കഴിഞ്ഞ കളി തന്നെ നമുക്കൊരു പ്രൂവ് ചെയ്ത്. കാരണം പ്രൂവ് കാർത്തിക് ചെയ്തു ശർമ്മ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ചെന്നൈ ശരിക്കും പറഞ്ഞാൽ 150 പോലും എത്തൂല. അത് വേറെ കാര്യം. എത്തത്തില്ല. ആ അത് ശരിയാണ്. ആ അല്ല ഞാൻ പക്ഷേ പറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞ സർഫറാസ് ഖാന്റെ ആ ഒരു മാറ്റാൻ തീരുമാനമൊക്കെ ഹൈ റിസ്ക് തീരുമാനമാണ്, മനസ്സിലാവുന്നുണ്ട്. അതെ പിന്നെ ഋതുരാജ് അത് ക്യാപ്റ്റനും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ പറയാനുള്ള മടി കൊണ്ടോ എന്താണെന്ന് അറിയില്ല. മുംബൈ ഇന്ത്യൻസിന്റെ അതെ, കാരണം ഭയങ്കര ഡഗ് ഔട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ടാണ്. രോഹിത് ശർമ്മക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞിരിക്കണ പോലെ ഇരിക്കുന്നത്. സത്യം സത്യം ഒട്ടും രോഹിത് സത്യം. ശർമ്മ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. ആ കാര്യം അല്ല, എന്ന് വെച്ചാല് നമുക്കല്ല, രോഹിത് അല്ല ശർമ്മക്ക് ദേഷ്യം വന്നെ ഇതൊക്കെ കാണുമ്പോ. മനസ്സിലായി മനസ്സിലായി. അതായത് എന്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാല് കോച്ചുമാരെ മാത്രം കുറ്റം പറയില്ല, ക്യാപ്റ്റൻസി മെയിൻ വിഷയമുണ്ട് അതില്. കാര്യം എന്ന് അതാ വെച്ചാല് തീർച്ചയായിട്ടും. കഴിഞ്ഞ മുമ്പത്തെ സീസണാണ് ധോണി 2020 കഴിഞ്ഞ ചെന്നൈ കപ്പടിക്കുന്നവരെ ധോണിയുടെ കീഴിലായിരുന്നു ചെന്നൈ. ആ ഒരാവണ ധോണിന്ന് മാറ്റി ജഡേജനെ ആക്കി ആ സീസണിൽ ഫുള്ള് ചെന്നൈ ഏറ്റവും പറയും. അതായത് ആ സീസണിന് മുമ്പത്തെ സീസണ് വരെ ചെന്നൈ സൂപ്പർ കിങ് ഒറ്റ തവണ പോലും പ്ലേ ഓഫിൽ കയറാതെ ചെന്നൈ ഇരുന്നിട്ടില്ല. CSK പോയിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡ് CSK ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് അന്നേ ധോണി വിരമിക്കുന്ന ഒരു സൂചന നൽകി ജഡേജനെ ക്യാപ്റ്റൻ സ്ഥാനത്താക്കിയിട്ട് ധോണി മാറി നിന്നു. അപ്പം ആ സീസണിൽ CSK ആണ് ഏറ്റവും താഴെ പോയി. ആ ഒരു സീസൺ തൊട്ടാണ് CSK ഏറ്റവും താഴോട്ട് പോകാൻ തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ധോണി തിരിച്ചു വന്ന് വീണ്ടും ക്യാപ്റ്റൻസി വീണ്ടും തിരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സീസണിൽ തന്നെ ചെന്നൈനെ വീണ്ടും കപ്പടിപ്പിച്ചു. അതും ആ സമയത്തും ചെന്നൈയുടെ ടീം എന്ന് പറയുമ്പോൾ അത്ര വലിയ ടീംസ് ഒന്നും അല്ല. അതായത് ആ മുംബൈനെ വെച്ച് നോക്കുമ്പോ അത്രയ്ക്ക് പേരെടുത്ത് പറയാനോ അങ്ങനെ ഒരു ടീം മുംബൈ അല്ലായിരുന്നു. മാത്രല്ല, ഏത് ടീമിനെ വെച്ച് നോക്കിയാലും പറയത്തക്ക പ്ലേയേഴ്സ് ഒന്നുമില്ല. ആ പ്ലേയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ധോണി അങ്ങനത്തെ ഒരു ടീമിനെ വെച്ചാണ് കപ്പടിപ്പിച്ചത്. അതായത് ധോണി ആ സമയത്ത് ആദ്യത്തെ T20 വേൾഡ് കപ്പ് അടിച്ച പോലെ. അതെ എടുത്തത്. അപ്പൊ അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പൊ മുംബൈയുടെ കാര്യത്തിലാണെങ്കിലും മുംബൈയുടെ അന്നത്തെ ഒരു 2020-21, അതായത് ആ സമയത്ത് മുംബൈ കപ്പടിച്ച ഒരു ടീം ഈ സീസണുണ്ട്. 2025-26 സീസണുകളിൽ ആ സെയിം ടീമിനുണ്ട്. 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. എങ്കിൽ പോലും ആ ടീം ഇപ്പം ഇങ്ങനത്തെ കളിക്കണമെങ്കിൽ അത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസിയാണ്. അതായത് ആ രോഹിത് ശർമ്മയുടെ കീഴിലുള്ള ഒരു ഇമ്പാക്ട് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ കിട്ടുന്നില്ല. ഹാർദിക് പാണ്ഡ്യ അതായത് ഇപ്പം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാർദിക് പാണ്ഡ്യ ടീമിൽ നിന്ന് മാറി നിന്നപ്പം തന്നെ ആ ടീമിന് ഒരു പോസിറ്റീവ് എനർജി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം മുംബൈയിലെ പല റെക്കോർഡ് രോഹിത് ശർമ്മ ഉണ്ടപ്പം പല റെക്കോർഡുകളുണ്ട്. 200ന്റെ മുകളിൽ മുംബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ചേസ് ചെയ്ത് ഒരു ടീം മുംബൈനെ ജയിച്ചിട്ടില്ല. അത് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിലാണ് ഈ കഴിഞ്ഞ സീസണിലും ഈ സീസണിലും മുംബൈനെ 200 കടന്ന് ബാക്കി ടീംസ് ചേസ് ചെയ്ത് ജയിച്ചു. അതായത് ഒരു എറിഞ്ഞിടാൻ പോലും അത്രയും ബോളേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ മുംബൈക്ക് കഴിഞ്ഞ RCB ആയിട്ടൊരു കളി, അത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ ക്യാപ്റ്റൻസി മോശമൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. എങ്കിൽ പോലും ഈ രാജ്മാവ എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ലാസ്റ്റ് ഓവർ 15 റൺ വേണം ജയിക്കും. മുംബൈക്ക് സുഖമായിട്ട് ജയിക്കാൻ. അതായത് 7-8 വിക്കറ്റ് പോയി കിടക്കുക. ആ സമയത്ത് രാജ്ഭവനെ 2 സ്പിന്നേഴ്സ് നന്നായിട്ട് എറിയുന്നവരുണ്ടായിരുന്നു. എന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത രാജ്ഭവനെ കൊണ്ടുവന്നിട്ട് ആ കളി തോപ്പിച്ചു. കഴിഞ്ഞ കളി ബുംറ ആ പാടെ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിലാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ആ ടെസ്റ്റിൽ അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ കളി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ ഇത്രയും വർഷം കളിച്ചിട്ട് ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ ആവുന്നത്. ആ കഴിഞ്ഞ കളി പഞ്ചാബുമായിട്ടുള്ള കളി കണ്ടാൽ നമുക്കറിയാം. അതായത് കിട്ടില്ലായിരുന്നു. 112 വരെ റൺ വരെ ഒരു വിക്കറ്റാണ് പഞ്ചാബിന്റെ വരെ. 140 ആയപ്പോഴത്തേനും പഞ്ചാബിന്റെ 6 വിക്കറ്റ് പോയി. തീർച്ചയായിട്ടും അവിടുന്ന് ആ കളി മാറിയത്. അത് അതായത് കറക്റ്റ് അത് ബോളർ ക്യാപ്റ്റൻ ആയോണ്ടല്ല, ആ എടുക്കുന്ന ഡിസിഷൻ കാര്യങ്ങള് ഒക്കെ തീരുമാനങ്ങള് അതൊക്കെയാണ്. ആരെ എവിടെ എറിയിക്കണം, ഫീൽഡിങ് നിർത്തണം, വിക്കറ്റ് എടുക്കണം, അങ്ങനെ ഒരു ഡിസിഷൻ. അതായത് അത് ധോണിയുടെ ഒരു ഇത് ഋതുരാജിനില്ല.
ഉം, ഉം. മനസ്സിലായോ? അതെ. അതുപോലെയാണ് പിന്നെ മുംബൈയിലെ നീ ഒന്ന് കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.